മൂന്ന് നാല് തട്ടില് പാലം പോലെ ഇങ്ങനെ പറവ് ചെയ്യാത്ത വാർത്തിട്ടത് കണ്ടില്ലേ? അതിൽ വലിയ തൂണ് പോലെ ഇരുമ്പ് കൊണ്ട് വട്ടം കറക്കി കണ്ടില്ലേ? അതാണ് ജംറകൾ. 3 എണ്ണം കണ്ടില്ലേ? എല്ലാവരും കണ്ടില്ലേ? ഇടത് ഭാഗത്ത് വെറുതെ കണ്ടിട്ട് ഇടത് ഭാഗത്ത് കണ്ട ഒരു ബിൽഡിംഗ് പോലെ പാലം പോലെ വാർത്തിട്ടത് കണ്ടില്ലേ? അതാണ് 3 വട്ടം ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ 3 വട്ടം കണ്ടില്ലേ? അതാണ് ജംറകൾ. അവിടെയാണ് ആജിമാര് കല്ലെറിയൽ. അത് 3-4 നില ഉണ്ടാക്കിയതിന് വേണ്ടിയിട്ടാണ്, സഹി ചെയ്യാൻ വേണ്ടി 3-4 നില ഉണ്ടാക്കിയതുപോലെ ഇവിടെ എറിയാൻ സൗകര്യത്തിന് വേണ്ടിയാണ് 3-4 നില ഉണ്ടാക്കിയത്. മഴ കാണാൻ തുടങ്ങിയില്ല. പെണ്ണുങ്ങൾ കാണുന്നുണ്ടോ? വലത് ഭാഗത്ത് കാണുന്നില്ല. ഒന്ന് നീക്കി നോക്കിയോളൂ. അതിന്റെ ഇത് അടിഭാഗമാണ്. ഇറങ്ങണമെന്നില്ല. അതിപ്പോ നല്ല സുഖമായിട്ട് പെണ്ണ് കാണും. ഈ പാലത്തിന്റെ മുകളിൽ നല്ലോണം കാണാതെ നല്ലേ പോകും. വലത് ഭാഗത്തിട്ടോ അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ അറഫ മൈതാനിയിൽ ജബലുർ റഹ്മത്തിൻ്റെ താഴ്ഭാഗത്താണുള്ളത്. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന് വേണ്ടി വന്നപ്പോൾ നമീറ എന്ന് പറയുന്ന മസ്ജിദുൻ നമീറ, അത് ആ ദൂരം ഒരു മിനാരം കാണുന്ന മസ്ജിദുൻ നമീറയുടെ സമീപത്ത് നിന്ന് അവിടെ വിടവാങ്ങൽ പ്രസംഗം നടത്തി ളുഹ്ർ അസ്റൊക്കെ നിസ്കരിച്ച് എന്നിട്ട് മഗ്രിബ് വരെ നിന്നത് ഈ ജബലുർ റഹ്മത്തിൻ്റെ താഴ്ഭാഗത്താണ്. ഇതാണ് ജബലുർ റഹ്മ എന്ന് പറയുന്ന കുന്ന്. അറഫയുടെ മധ്യഭാഗമാണ്. ഈ ജബലുർ റഹ്മത്തും അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള മൈതാനിയുമാണ് അറഫ എന്ന് പറയുന്നത്. ഇതൊക്കെ അവർക്ക് കൂടാനുള്ള സ്ഥലങ്ങളാണ്. ഇതിനൊക്കെ ഇടയിൽ കുളിറൂമും ബാത്റൂമും ഒക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെ ഇടയിലും നമ്മളെ ഓരോരോ റോഡുണ്ടാവും. എല്ലാത്തിന്റെ 2 ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടിയാ. ഇതിനൊക്കെ നമ്പറുകളുണ്ട്. ആ നമ്പർ അനുസരിച്ചാണ് ഹാജിമാരെ കൊണ്ടാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ച് മനുഷ്യരോട് റൂഹും കൊടുത്ത് എന്നിട്ട് പറയുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്നത് കുടിക്കാം, ഇന്നത് കുടിക്കരുത്, ഇന്നത് നിങ്ങളെ കണ്ണുകൊണ്ട് ഇന്നത് കാണാം, നിങ്ങളെ കൈ ജബലുന്നൂർ